താരപരിവേഷങ്ങൾക്കപ്പുറത്ത് മികച്ച ഉള്ളടക്കം ഉണ്ടെങ്കിൽ മലയാളത്തിലെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ മലയാളികളെ പോലെ വേറെ കാണില്ല. എത്ര വലിയ താരങ്ങൾ ഉണ്ടെങ്കിലും മോശം ചിത്രമാണെങ്കിൽ അവ അമ്പെ തള്ളിക്കളയുകയും ചെയ്യും. മാർക്കറ്റിൽ മുൻപത്തേക്കാൾ വലുതായ കാലത്ത് മലയാള സിനിമകൾ ഓരോ വർഷവും പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒപ്പം പുതിയ യുവതാരങ്ങളെ അവതരിപ്പിക്കുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ നിറഞ്ഞ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത് നവാഗതരെ അഭിനയിപ്പിച്ച് ഒരു നവാഗത സംവിധായകൻ ഒരുക്കിയിരിക്കുന്ന വാഴ 2 എന്ന ചിത്രമാണ്. വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രം കളക്ഷനിൽ കുതിക്കുമ്പോൾ പല കൗതുകരമായ റെക്കോർഡുകളും പിറക്കുന്നുമുണ്ട്. കേരളത്തിൽ ഒരൊറ്റ ദിവസം 8 കോടിയിലധികം കളക്ഷൻ നേടുന്ന അപൂർവ ചിത്രം കൂടിയാണ് മാറിയിട്ടുണ്ട് വാഴ 2. അത് റിലീസ് ദിനത്തിലല്ല, ഞായറാഴ്ചയാണ് എന്നൊരു മറ്റൊരു കൗതുകം. കേരളത്തിൽ ഒരൊറ്റ ദിവസത്തിൽ 8 കോടിയിലധികം നേടിയിട്ടുള്ള ചിത്രങ്ങളെ 3 താരങ്ങളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. മോഹൻലാൽ, വിജയ്, രജനികാന്ത് എന്നിവരായിരുന്നു അവർ. ഈ ലിസ്റ്റിലേക്കാണ് വാഴ 2 ഹാഷറും എത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് ഒന്നുകൂടി ചുരുക്കിയും ട്രാക്കർമാർ അവതരിപ്പിക്കുന്നു. റിലീസ് ദിനത്തിൽ അല്ലാതെ കേരള ബോക്സ് ഓഫീസിൽ 8 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രങ്ങളുടെ അഭിനേതാക്കൾ എന്ന ലിസ്റ്റാണ് പുറത്തു വന്നത്. ഈ ലിസ്റ്റിൽ രജനി പുറത്താവുകയും 3 പേർ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. മോഹൻലാൽ, വിജയ്, ഹാഷർ എന്നിവർ. എമ്പുരാൻ, ലിയോ, കൂലി എന്നിവയാണ് വാഴയ്ക്ക് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയ ചിത്രങ്ങൾ. എന്നാൽ കൂലിയുടെ നേട്ടം റിലീസ് ദിനത്തിലായിരുന്നു. എമ്പുരാനും ലിയോയും റിലീസ് ദിനത്തിൽ ശേഷം 8 കോടിക്ക് മുകളിൽ ഒറ്റ ദിവസം കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട്. ആ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് വാഴ 2 എത്തിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് എത്ര എത്തുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകാത്ത സ്ഥിതിയാണ്. ചിത്രം ദിവസങ്ങൾക്കുള്ളിൽ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുമെന്നാണ് ട്രാക്കർമാരുടെ പ്രതീക്ഷയും.